എക്സ്റ്റേണൽ പോയിന്റ് ഉണ്ട് ഒരു പി. ആ പിയിൽ നിന്ന് നമ്മളൊരു സീക്കൻഡ് വരയ്ക്കുന്നു, ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. സീക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും അടുത്തത് ഈ പിയിൽ നിന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് തന്നെ ഈ സർക്കിളിൽ ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. ടാൻജന്റ് ഇവിടെ നിന്ന് മുട്ടുന്ന പോയിന്റാണ് ടി. സീക്കൻഡ് ഇവിടെ നിന്ന് മുട്ടുന്ന പോയിന്റുകൾ ബിയും എയും. ഇതൊരു സീക്കൻഡ്, ഇതൊരു ടാൻജന്റ്. ദെൻ ടാൻജന്റിന്റെ ലെങ്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോൾ സീക്കൻഡ് ഇൻറ്റു എക്സ്റ്റേണൽ പാർട്ട്, മൊത്തത്തിലുള്ള സീക്കൻഡ് പി ബി ഇൻറ്റു ആ സീക്കൻഡിന്റെ എക്സ്റ്റേണൽ പാർട്ട്, അതായത് പി എ. ഒന്നുമില്ല, ടാൻജന്റ് നീളത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഹോൾ സീക്കൻഡ് ഇൻറ്റു എക്സ്റ്റേണൽ പാർട്ട്, മൊത്തത്തിലുള്ള സീക്കൻഡ് പി ബി ഇൻറ്റു പി എ. അതാണ് തിയറം 11 എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിയറം 12 നമുക്ക് പറയാം. തിയറം 13. ഇത് പറഞ്ഞാൽ രണ്ട് സർക്കിൾസ് ഉണ്ട്. ഇതൊരു സർക്കിൾ സെയിം ഫിഗർ നമ്മൾ വരയ്ക്കാം. ഇത് രണ്ടും കൂടെ 4 കോമൺ ടാൻജൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ വരയ്ക്കുന്ന ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള ടാൻജന്റ് ആണ്. സിമിലർലി ഇതും ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള ടാൻജന്റ് ആണ്. ഇനി 1, 2, 3, 4 ഈ രണ്ടെണ്ണം വരച്ചു, രണ്ടെണ്ണം ഇതിനകത്ത് വരയ്ക്കാം. കാരണം ഇതൊരു ക്രോസ് ആയി പോകുന്നതാണ്. കാരണം ഇത് പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട്, ഇത് പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. ഇനി ഈ ടാൻജന്റിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് കോമൺ ടാൻജന്റ്. ഡയറക്റ്റ് കോമൺ ടാൻജന്റ് അഥവാ എക്സ്റ്റേണൽ കോമൺ ടാൻജന്റ്. അത് എക്സ്റ്റേണൽ പോയിന്റ് കൂടെ വരുന്ന എക്സ്റ്റേണൽ കോമൺ ടാൻജന്റ് അഥവാ ഡയറക്റ്റ് കോമൺ ടാൻജന്റ് അഥവാ ഡയറക്റ്റ് കോമൺ ടാൻജന്റ്. ഇതെന്ന് പറയുന്നത് ഇന്റേണൽ കോമൺ ടാൻജന്റ് അഥവാ ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജന്റ്. സോ ട്രാൻസ്വേഴ്സ് അതായത് മുട്ടുന്നുണ്ട്, ഡയറക്റ്റ് ആണ്, മുട്ടുന്നില്ല. ഇത് എക്സ്റ്റേണലി കോമൺ ടാൻജന്റ്, ഇത് ഇന്റേണൽ കോമൺ ടാൻജന്റ്. ഓക്കെ, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്ററും തമ്മിലുള്ള നീളത്തിന്റെ സ്ക്വയർ മൈനസ് ഇതിന്റെ റേഡിയസ് ഞാൻ R2 എന്ന് എടുക്കുന്നു, ഇതിന്റെ റേഡിയസ് ഞാൻ R1 എടുത്താൽ വലുതിന് ചെറുത് കുറയ്ക്കുക, R2 - R1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് കോമൺ ടാൻജന്റിന്റെ ഇക്വേഷൻ. സിമിലർലി ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ, അതിന്റെ സ്ക്വയർ മൈനസ് തന്നെ ഇവിടെ, പക്ഷേ ഇവിടെ R1 + R2 ദ ഹോൾ സ്ക്വയർ. ഇതാണ് തിയറം 13. If two circles intersect at 2 points, okay, രണ്ട് സർക്കിളുകൾ ഇന്റർസെക്ട് ചെയ്യുന്നു. ഒരു സർക്കിൾ ഇന്റർസെക്ടിംഗ് പോയിന്റ് ഇതാണ്. സോ ആ പോയിന്റ് ഒരു കോഡ് വരെ വരച്ചു. ഇത് കോഡാണല്ലോ, ഈ സർക്കിളിനും കോഡാണ്, ഈ സർക്കിളിനും കോഡാണ്. ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഈ സർക്കിളിന്റെ സെന്ററിലോട്ട് ഞാൻ വര വരയ്ക്കുമ്പോൾ ഇതിനെ XY എന്ന് വിളിക്കാം. ഈ കോഡിന്റെ പേര് AB എന്ന് വിളിക്കാം. അപ്പോൾ ഈ പോയിന്റ് C എന്ന് വിളിച്ചാൽ ഈ XY എന്ന വര AB യെ പെർപെൻഡിക്കുലർ ആണ് കട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഈ XY AB യുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അതായത് XY AB നെ തുല്യമായി കട്ട് ചെയ്തു. ഇവിടെ X ആണെങ്കിൽ ഇവിടെയും X, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4. സോ AC which is equal to AB ആയിരിക്കും. അതാണ് തിയറം 14 ഇതാണ് പറയുന്നത്. ലൈൻ ജോയിനിങ് ദ സെന്റേഴ്സ് വിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ കോമൺ കോഡ്. ആ കോമൺ കോഡ് ഉണ്ട്, രണ്ടിനും കോമൺ ആയിട്ടുള്ള കോഡിന്റെ പെർപെൻഡിക്കുലർ പെർപെൻഡിക്കുലറും ആണ് ബൈസെക്ടറും ആണ് ആരുടെ? AB യുടെ. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. തിയറം 15 എന്ന് പറയുന്നത് നമ്മൾ ഒരു എക്സ്റ്റേണൽ പോയിന്റ് P ഉണ്ട്, അതിൽ നിന്നും രണ്ട് ടാൻജന്റുകൾ വരയ്ക്കുന്നു. ഈ രണ്ട് ടാൻജന്റുകളുടെ നീളം സെയിം ആയിരിക്കും നമുക്കറിയാലോ. ഒരു പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജന്റ് വരച്ചാൽ അതിന്റെ നീളം സെയിം ആയിരിക്കും. സോ PA യും PB യും തുല്യമാണ്. PA = PB ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് സെന്ററുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ടാൻജന്റും സെന്ററും തമ്മിലുള്ള ലൈൻ കണക്ട് ചെയ്താൽ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ 90 ആയിരിക്കുമല്ലോ. ടാൻജന്റിലോട്ട് സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന വര ഉറപ്പായിട്ടും 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ നോക്ക്, ഈ രണ്ട് വശം PA യും PB യും രണ്ടിന്റെ തുല്യം. ഇത് കോമൺ വശമാണ്, ഇത് രണ്ടും R ആണ്. സോ ഇത് രണ്ടും എന്ത് ട്രയാങ്കിൾ ആണ്? കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണ്. ഓക്കെ,